അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. Bless the Lord, O my soul, and all that is within me, bless his holy name. Bless the Lord, O my soul, and forget none of his benefits, who pardons all your iniquities, who heals all your diseases, who redeems your life from the pit, who crowns you with loving kindness and compassion, who satisfies your years with good things, so that your youth is renewed like the eagle. ആമേൻ. 150 സങ്കീർത്തനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡ് ആയിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. God gave us almost 150 psalm by the inspiration of the Holy Spirit. ഈ 150 സങ്കീർത്തനങ്ങളെ ബേസ് ചെയ്ത് thousands of സോങ്ങുകൾ നമ്മൾ പാടാറുണ്ട്. Based off these 150 psalms, we are singing thousands and thousands of songs. ഇന്ന് നമ്മൾ പാടിയ പാട്ട് ഞാനാണത് ചൂസ് ചെയ്തത്. ആ പാട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സാമുമായിട്ട്, ഈ സങ്കീർത്തനമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളായിരുന്നു. Today we sang Bless the Lord, O my soul. That song is related to this psalm. ഞാനിങ്ങനെ ഈ സങ്കീർത്തനത്തെ പറ്റി, ഇതിൻ്റെ ഈ പാട്ടുകളെ പറ്റി, എഴുതിയതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. I actually chose that song and I was meditating what is the history behind the reason of the composure of the song. 23-ാമത്തെ സങ്കീർത്തനമാണ് ഏറ്റവും അധികം പാട്ടായിട്ട് വന്നേക്കുന്ന സങ്കീർത്തനം, Psalm 23. Psalm 23 came into the largest collections of songs. 23-നെ ബേസ് ചെയ്താണ്. Based off of Psalm 23, a lot of songs came. സെക്കൻഡ് ഇൻ റാങ്ക് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 103 ഇതിനെ ബേസ് ചെയ്ത് നിരവധി പാട്ടുകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നമ്മൾ പാടാറുണ്ട്. Second in rank stood Psalm 103. Based off this psalm had also a lot of songs composed. ഞാൻ ഒരു 4-5 പാട്ടിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഒരു 4-5 കാര്യം മാത്രം പെട്ടെന്ന് പറഞ്ഞ് വാക്കുകൾ നിർത്താം. ഹോളി കമ്മ്യൂണിയനും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. I'm going to give you a couple of songs based off this psalm. മാർട്ടിൻ ലൂതർ നമുക്ക് പരിചയമുള്ള ആളാണ്. ലൂതർ റോമൻ കാത്തോലിസത്തിൽ നിന്ന് കർത്താവിലേക്ക് വന്നപ്പോൾ, when Martin Luther came towards Christ from Roman Catholicism, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചത് കുറച്ചുകൂടെ മനോഹരമായിരുന്നു. അദ്ദേഹം റോമൻ കാത്തോലിസിസം വിട്ട് ക്രിസ്ത്യാനി ആയപ്പോൾ എന്നാണ് ആ ഓതർ എഴുതിയേക്കുന്നത്. when I was reading through one portion, it was written like this: when Martin Luther came to Christianity from Catholicism. റോമൻ കാത്തോലിസിസം. From Roman Catholicism. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. Sorry. അദ്ദേഹത്തെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് റോമൻ കാത്തലിക് ഒരു വലിയ സ്കോളറിനെ വിട്ടു. In order to confront Martin Luther, Roman Catholics sent a big scholar. അദ്ദേഹത്തിന്റെ പേര് ജോഹാനെക് എന്നാണ്. Johannek was the scholar who was about to argue with Martin Luther. ഈ ജോഹാനെക്കിന്റെ കൂടെ തന്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. A secretary also went along with Johannek. അദ്ദേഹത്തിന്റെ പേര് ജോഹാൻ ഗ്രൂമാൻ എന്നായിരുന്നു. That secretary's name was Johann Gruman. ഇവര് തമ്മിൽ ഡയലോഗ് നടന്നു. ലൂതറും എക്കും തമ്മിൽ ഡയലോഗ് നടന്നു. There was a debate or a conversation happened between Luther and Eck. സംഭവിച്ചെന്നറിയാമോ? ലൂതറിനെ തിരുത്താൻ വന്നതാണ്. ഡയലോഗ് കഴിഞ്ഞപ്പം, ഡിസ്കഷൻ കഴിഞ്ഞപ്പം ജോഹാനെക്കിന്റെ സെക്രട്ടറി ലൂതറിന്റെ കൂടെയായി. Actually, Johann Eck came to correct Martin Luther, but after this debate or after this dialogue, the secretary of Johann Eck parted or made a companionship with Martin Luther. കാരണം ലൂതർ പറയുന്നതാണ് ബൈബിൾ പ്രകാരം ശരിയെന്ന് അദ്ദേഹം പറഞ്ഞു. Because that secretary came to realize that whatever Martin Luther was saying, that is correct and based on Bible. ആ ജോഹാൻ ഗ്രൂമാനാണ് 1525 കർത്താവിലേക്ക് വന്നപ്പോൾ 103-ാം സങ്കീർത്തനത്തെ ബേസ് ചെയ്ത് ആദ്യത്തെ പാട്ട് എഴുതി. That Johann Gruman,
Based on this Psalm 103, first song was composed. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, മൈ സോൾ നൗ പ്രൈസ് യുവർ മേക്കർ എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. Amen. If you search, you can see the title, My Soul. We can see the title of the song. 1680 ചില വർഷങ്ങൾ കഴിഞ്ഞ് 150 years കഴിഞ്ഞപ്പോൾ അവിടെ ജോയാക്കിം നിയാണ്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ജോയാക്കിം നിയാണ്ടർ. Another man, Joachim Neander, 1650, came into. അദ്ദേഹം ഒരു ചർച്ചിൽ പാസ്റ്ററെ കളിയാക്കാൻ പോയി. That man went to a church in order to laugh at a pastor. അദ്ദേഹം ഒരു ഗ്രൂപ്പിനെ ആയിട്ടാണ് പോയത്. He went along with a lot of friends. അന്ന് ആ പാസ്റ്റർ അവിടെ ഗോസ്പലാണ് പ്രസംഗിച്ചത്. At that day, pastor preached pure gospel. ആ ഗോസ്പൽ അദ്ദേഹത്തെ കൺവേർട്ട് ചെയ്യിച്ചു. That man was being converted by the pure gospel. അദ്ദേഹം ആ പാസ്റ്ററെ മോക്കിയാൻ വേണ്ടി പോയെന്ന് മാത്രമല്ല, ഇവനെ ക്രിസ്ത്യാനിയാക്കിയിട്ട് ആ സഭയിലെ അസോസിയേറ്റ് പാസ്റ്ററാക്കി. He went to mock the pastor, but he became converted and he became an associate pastor of the church. അവിടെ പല സർവീസസ് സൺഡേയിലുണ്ടായിരുന്നു. There were several services in that ഇദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുത്തത് ഏർലി മോർണിംഗ് 5 AM സർവീസ് ആയിരുന്നു. He was assigned early morning 5 AM service. ഇദ്ദേഹം 30ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. Hallelujah. That person died at the age of 30. എഴുത്തുകാരൻ പറഞ്ഞത് മേ ബി ഏർലി സർവീസ് ചിലപ്പോൾ അദ്ദേഹത്തെ കൊന്നതായിരിക്കും. 5 മണി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയല്ലോ അല്ലേ, 5 മണിക്ക് സഭായോ. We can't even imagine early morning. അതൊരു ജോക്കായിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അങ്ങനൊന്നും അല്ല, കർത്താവ് വിളിച്ചാണ്. Hallelujah. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. അദ്ദേഹമാണ് 2ാമത്തെ പാട്ട് എഴുതിയത്. ആ പാട്ട് ഇങ്ങനെയാണ്, പ്രൈസ് ടു ലോർഡ്, പ്രൈസ് ടു ദ ലോർഡ് ദ ഓൾമൈറ്റി ദ കിങ് ഓഫ് ക്രിയേഷൻ ഓ മൈ സോൾ എന്ന് പറഞ്ഞ് ഈ പാട്ട്, ഈ സങ്കീർത്തനത്തെ ബേസ് ചെയ്ത് 2ാമത്തെ പാട്ട് എഴുതി. The second song based off of this psalm was written by that man of God. ഞാനൊരു 6 or 7 ചരിത്രം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. I actually noted a 6 or 7 history of songs composed based off of this psalm. എല്ലാ മക്കളും മരിച്ച ഒരപകടത്തിൽ 4 പെമ്മക്കൾ മരിച്ച, ഒരു കപ്പൽ അപകടത്തിൽ 4 പെമ്മക്കൾ മരിച്ച ഒരപ്പൻ എഴുതിയ പാട്ടാണ് നമ്മൾ ഇന്ന് പാടിയത്. ഇറ്റ് ഈസ് വെൽ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. A father who lost all of his 4 daughters during a shipwreck, he composed the song, It is well, it is well with my soul. നോക്കിയേ, ഞാൻ ആ പാട്ട് ചിരിച്ചോണ്ടൊക്കെ ആളുകൾ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 4 മക്കൾ ഒരു കപ്പൽ ഛേദത്തിൽ അറ്റ്ലാന്റിക്കിൽ മരിച്ചപ്പോൾ ആ സ്ഥലത്തെത്തിയപ്പോൾ ആ പിതാവ് ആ കപ്പലിൽ അസൈൻ ചെയ്ത റൂമിൽ പോയി എഴുതിയ വരികളാണ്, ഇറ്റ് ഈസ് വെൽ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. When that father approached the place where his 4 daughters died in a shipwreck, he approached that place and he went into the ship in one of the rooms and he wrote that lyrics, it is well with my soul. നമ്മൾ ഇന്ന് 2ാമത് പാടിയ ആ അതിമനോഹരമായ 10,000 reasons എന്ന മനോഹരമായ പാട്ട്. We sang the next song, 10,000 Reasons. അതെഴുതിയത് മാറ്റ് എഡ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. That song was written by Matt Edman. റീസെന്റ്ലി എഴുതിയ പാട്ടാണ്, ഒത്തിരി ഓൾഡ് പാട്ടല്ല. That's a quite recently new song. നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ കുടുംബചരിത്രം? Do you know the history of his family? 7ാമത്തെ വയസ്സിൽ മാറ്റ് എഡ്മാന്റെ ഫാദർ സൂസൈഡ് ചെയ്തതാണ്. At the age of 7 of that Edman, his father committed a suicide. അദ്ദേഹത്തിന്റെ അമ്മ 2ാമത് ഒരാളെ വിവാഹം കഴിച്ചു. His mother married a second person. ഈ മനുഷ്യന്റെ ഉപദ്രവം കൊണ്ട് വീണ്ടും അവർ ഡിവോഴ്സായി. ഈ റെഡ്മാന്റെ സെക്കൻഡ് ഫാദർ പ്രിസണിലായി. Redman was tortured by the stepfather, and due to that, stepfather got into prison. ഇദ്ദേഹം റെഡ്മാനെയും അമ്മയെ ഉപദ്രവിച്ചുകൊണ്ട് അദ്ദേഹം പ്രശ്നത്തിലായി. Redman was being tortured or having some domestic violence, so he got into prison. നിങ്ങൾ നോക്കിയേ, എന്തൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ആയിരുന്നല്ലേ. We can see such a dysfunctional family over there. അദ്ദേഹം കർത്താവിലേക്ക് വരികയാണ് ഒരു ഗോസ്പൽ മീറ്റിംഗ് കേട്ടിട്ട്. After a gospel meeting, that person is coming to Christ. അദ്ദേഹം നല്ലൊരു മ്യൂസിഷ്യൻ ആയിരുന്നു. He was a musician. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണല്ലോ. He is a musician. അദ്ദേഹം എഴുതിയ പാട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 7ാം വയസ്സിൽ അപ്പം മരിക്കുന്നു, സ്റ്റെപ്പ് ഫാദർ അബ്യൂസ് ചെയ്യുന്നു, അമ്മ 2ാമത് ഡിവോഴ്സ് ആകുന്നു, വളരെ തകർന്നൊരു ഓർഫണായിട്ട് ജീവിച്ച റെഡ്മാൻ ദൈവസന്നിധി പറയുകയാണ്, 10,000 reasons to praise the Lord.
You should think about his family history. His father was being lost at the age of 7, and he was being tortured and troubled by his stepfather. His mom is getting divorced again, and such kind of trivial problems were happening. But he was composing and he was writing in this way: 10,000 reasons for my heart to sing. മാഡ്രഡ്മാന് 10,000 റീസൺസ് ഉണ്ടെങ്കിൽ അത്രയും ക്രൈസിസിലൂടെ പോയവന് 10,000 റീസൺ കർത്താവിനെ സ്തുതിക്കാനുണ്ടെങ്കിൽ കഴിഞ്ഞൊരു വർഷം നമ്മളെ നടത്തിയ കർത്താവിനെ ഓർത്ത് നമുക്ക് എത്രയായിരം നന്ദി പറഞ്ഞാൽ മതിയാകും. ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. If Matt Redman, who went through so much difficulties, had to say these verses, 10,000 reasons for my heart to sing, how much more, how many more things we can say, since God kept all of us safe, and also God redeemed us throughout each and every day of the year 2024. മലയാളത്തിൽ മനോഹരമായൊരു പാട്ടുണ്ട്, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ഈ സങ്കീർത്തനമാണ് ആ പാട്ടുകാരൻ എഴുതാനുള്ള കാരണം. അവനവനോട് തന്നെ പറയുകയാണ്, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. Amen. In Malayalam also, yesterday we sang this song, and that song is Ennullame Studhikka Nee. Continually bless the Lord, O my soul. അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ 500 വർഷമായിട്ട് 100 കണക്കിന് പാട്ട് 103 സങ്കീർത്തനത്തെ ബേസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, എനിക്കും 10,000 കണക്കിന് റീസൺ ദൈവത്തെ സ്തുതിക്കാനുണ്ട്. വേദനയുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും ഒരു വർഷം കർത്താവിനെ നടത്തിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. If that is so, we also can say, we also have so many reasons to continually say that, bless the Lord, O my soul. Praise the Lord. Hallelujah. നിങ്ങൾ ആ സങ്കീർത്തനത്തിലേക്ക്, ഈ സങ്കീർത്തനത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിനകത്ത് ഒരു പരാതിയില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഈ സങ്കീർത്തനത്തിനകത്ത് ഒരു പരാതിയില്ല. We cannot see any complaints in the psalm. ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഇല്ല. Nothing historical events are also represented. ഇതിനകത്ത് ശത്രു സംഹാരം അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാത്തൊരു പാട്ടാണിത്. He doesn't even care about destruction of the enemy. Nothing are shown in these. No mention of enemies, foes or threat. ഇതിനകത്തൊരു റിക്വസ്റ്റ് ഇല്ല, ഇതിനകത്തൊരു കംപ്ലൈന്റ് ഇല്ല, ഇതിനകത്തൊരു പെറ്റീഷൻ ഇല്ല. This all psalm is pure worship to Jehovah, Yahweh. In this psalm we cannot see any complaints or any kind of murmuring or any kind of complaints, but throughout we can see praise and thanksgiving throughout the verses. നിങ്ങൾ ഈ 103 സങ്കീർത്തനം മുതൽ താഴോട്ട് നോക്കിയാൽ 103 1 എങ്ങനെ വായിക്കുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക. 104 1 എങ്ങനെ വായിക്കുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക. 105 1 എങ്ങനെ വായിക്കുന്നത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. 106 എങ്ങനെ വായിക്കുന്നത്? 106 യഹോവയെ സ്തുതിക്കുവീൻ. കണ്ടോ, ഇതിങ്ങനെ അങ്ങ് പോവുകയാണ്. 103 സങ്കീർത്തനത്തിൻ്റെ എക്കോ പോലെയാണ് 104, 105, 106. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. We can see beginning from Psalm 103, this phrase, bless the Lord, oh my soul, is echoing throughout 104, 105 and 106. 103 ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓൾ എന്ന് ആവർത്തിച്ച് കാണാം. എല്ലാം പൂർണ്ണമായും എന്നർത്ഥം വരുന്ന ഒരു പദം അതിനകത്തുണ്ട്. And also we can notice one phrase, all, that is being repeated throughout these verses of this psalm. ആദ്യത്തെ 2 വാക്യങ്ങൾ, first 2 verses. ഇനി നിങ്ങൾ അവസാനത്തെ 2 വാക്യം നോക്കിയേ. ഓൾ ഹിസ് ഹോസ്റ്റ്, എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ, സർവ്വ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇതിനകത്തെ പദങ്ങൾ കാണുന്നത്. And also we can see in the last verse, all you works of his, in all places of his dominion. That all is also being repeated throughout this psalm. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ആ ചില വാക്യങ്ങളിലെ ആ ചിന്തയിലേക്ക് പോകാം. ഞാൻ ഈ സങ്കീർത്തനം ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം, കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. I chose this psalm because one last whole year passed by. നമ്മുടെ കുടുംബങ്ങളിൽ മരണം ഉണ്ടായി.
Death came into several houses. സിവിയറായിട്ടുള്ള രോഗങ്ങളിലൂടെ നമ്മൾ പലരും കടന്നുപോയി. Many of us went through severe diseases. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു. There were some unexpected situations. എന്നാൽ അതിൻ്റെ നടുവിലും ഓരോ ദിവസവും കർത്താവ് നമുക്ക് കൃപ നൽകി നമ്മളെ ഇന്ന് വരെയും ഇവിടെ കൊണ്ട് നിർത്തി. അതാണ് ദൈവത്തെ സ്തുതിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ. Though many things we faced, but through it all, by His grace, we are able to come and praise Him today too. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇന്നലെയൊക്കെ അല്പസമയം പ്രാർത്ഥിച്ചപ്പോൾ ചിന്തിച്ച പല കാര്യങ്ങളുണ്ട്. എന്തെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോക്കൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ക്രൈസിസിലൂടെ പോയൊരു വർഷമാണ് ലാസ്റ്റ് ഇയർ. We went through many crises, especially our local church also went through many difficult days. നമ്മുടെ ചർച്ച് ഹോസ്റ്റ് ചെയ്ത കോൺഫറൻസ് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. Our church conducted a big conference, WPC, that also went through such huge ഒരിക്കലും അത് problems. നടക്കില്ല എന്ന് പോലും നമ്മൾ ചിന്തിച്ചായിരുന്നു. Many times we thought that it was not going to happen. അതിനോട് ബന്ധപ്പെട്ട ഒത്തിരി ക്രൈസിസ് നമ്മൾ എല്ലാവരും അനുഭവിച്ചിരുന്നു. Based off of that, we all went through several crises. അത് മാത്രമല്ല, പിശാച് ഏതെല്ലാം നിലയിൽ കലക്കം ഉണ്ടാക്കാമോ അതിനുള്ള എല്ലാ പണിയും അവൻ ചെയ്തൊരു വർഷമാണ് കഴിഞ്ഞ വർഷം. And not only that, Satan tried his level best, how much he can do inside the church. He did it strongly. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ട്രബിൾ ഉണ്ടാക്കുന്ന ഏറ്റവും ക്രൈസിസ് ആയിരുന്നു 2024. പക്ഷേ ഇന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും, അവിടെയും അവിടുത്തെ കരം നമ്മളെ എല്ലാവരെയും പിടിച്ചിരുന്നു. നമ്മളെ വീഴാതെ, നമ്മളെ താഴാതെ, ദൈവ സന്നിധി വിട്ടകലാതെ കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. Let us all give thanks to God and glory to God, because through it all, God kept all of us safe and successful. ഈ സങ്കീർത്തനം Hallelujah. 3 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. 3 ഭാഗങ്ങൾ. 3 portions are inside the psalm. ആദ്യത്തെ 5 വാക്യം പാട്ടുകാരൻ തന്നെ പാട്ടുകാരനോട് പറയുകയാണ്, ബ്ലസ് ദി ലോർഡ്. The author, the composer of this song was telling himself, bless the Lord, oh my soul. ഇന്റേണൽ ആയിട്ടുള്ളൊരു കോളാണ് ബ്ലസ് ദി ലോർഡ്. And it is an internal calling. എന്തിനാണ് ദൈവത്തെ ഈ ബ്ലസ് ദി ലോർഡ് എന്നുള്ളത്? ആ ബ്ലസ് എന്നുള്ള വാക്കിന്റെ ഒറിജിനൽ അർത്ഥം സ്പീക്ക് ഹൈലി ഓഫ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. Bless the Lord means speak highly of. എന്ന് പറഞ്ഞാൽ അവിടുന്ന് മഹോന്നതനാണ്, അവിടുന്ന് ഉയർന്നവനാണ്, അവന്റെ സിംഹാസനം സകലത്തിനും മീതെയാണ്. അതാണ് ബ്ലസ് ദി ലോർഡ് ഓ മൈ സോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The meaning of bless the Lord oh my soul means speak highly of His kingdom and about God. Yeah, his throne is above everything. Amen. His throne is above everything, and speak highly of the God. ആദ്യത്തെ 5 വാക്യങ്ങൾ ഇന്റേണലി അകത്തെ മനുഷ്യനോട് ആ സാമിസ്റ്റ് തന്നെ പറയുകയാണ്. പല റീസൺസ് 2, 3, 4, 5 വാക്യങ്ങളിൽ പറഞ്ഞിട്ട് അവൻ്റെ ആത്മാവിനോട് തന്നെ പറയുകയാണ്, ഈ കാരണങ്ങൾ കൊണ്ട് പുറത്തെ ഒരു സർക്കംസ്റ്റാൻസസും നിനക്ക് ബാധകമല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ. And he is explaining the reasons by stating 2, 3, 4 and verse 5. And so based on these reasons, you have many things to bless or speak highly of the Lord. 6ാമത്തെ വാക്യം മുതൽ 17ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ എക്സ്റ്റേണലി ദൈവം ചെയ്ത കാര്യങ്ങളെ പറഞ്ഞിട്ടാണ് പറയുന്നത് ബ്ലസ് ദി ലോർഡ്. And from verse 6 through 17 we can see he was mentioning several external factors to bless the Lord. ഇനി അതിന്റെ 18ാമത്തെ വാക്യം മറ്റൊരു സബ്ജക്റ്റ് ആണ്. 19 to 22 എല്ലാ യൂണിവേഴ്സിനോടും പറയുകയാണ്, ആകാശത്തോടും സൂര്യനോടും ചന്ദ്രനോടും ദൈവത്തിന്റെ ദൂതന്മാരോടും എല്ലാറ്റിനോടും പറയുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 3 കാര്യം: ഇന്റേണൽ കോൾ, എക്സ്റ്റേണൽ കോൾ ആൻഡ് യൂണിവേഴ്സൽ കോൾ. Amen. In the last 2 verses he is actually exhorting universal, and he is asking universally to bless the Lord. An internal, external and universal call we can see throughout this psalm. ആദ്യത്തെ 5 വാക്യം വാസ്തവത്തിൽ ആരാധനയാണല്ലേ, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയും ഡെപ്ത് ആയിട്ടുള്ള മീനിങ് ആണ്. റോമൻസ് 12:1 അത് മനസ്സിലാക്കാതല്ല ഞാൻ പറയുന്നത്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ പറയുന്നത്. First 5 verses actually reflects the worship. ഇതിനകത്ത് നിങ്ങൾ കണ്ടോ,
യാഹുവേ, അങ്ങ് ഒറിജിനൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. വേറെ ഒരു സബ്ജക്റ്റും ഇല്ല. ആണ്ടിൻ്റെ അവസാനം നമ്മളോടും പറയാനായിട്ടുള്ളത് ബ്ലെസ് ദി ലോർഡ്, ബ്ലെസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഓ മൈ സോൾ. We can see in the first verses he was keep saying bless the Lord or praise the Lord, oh my soul. പുറമെ ഒത്തിരി സംഭവങ്ങളൊക്കെ വേദനയും ക്രൈസിസും ഒക്കെ ഉണ്ടായി. അതൊക്കെ ഓർക്കുമ്പം നമ്മുടെ അകത്തെ മനുഷ്യനോട് ബ്ലെസ് ദി ലോർഡ് എന്ന് പറയാൻ പറ്റില്ലല്ലേ? അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. Many people may think that several reasons there are for me. I cannot say bless the Lord, oh my soul. എന്നാൽ ആദ്യത്തെ 5 വാക്യം വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഏതൊരുവനും കർത്താവിനെ മഹത്വപ്പെടുത്താം. But based on the first 5 verses, those who are truly born again, they have these reasons to praise the Lord all the time. Praise the Lord. Amen. സാഹചര്യം നോക്കിയാൽ പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് ഹോളി സ്പിരിറ്റ് ഈ പാട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ആദ്യത്തെ 5 കാര്യം എല്ലാ വേദനയിലുള്ളവനും പറയാൻ പറ്റും. എൻ്റെ അകൃത്യത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, എന്നെ റിഡീം ചെയ്തു, എൻ്റെ പാപ ക്ഷമിച്ചു, അവൻ്റെ കവനന്റ് ലവ് കൊണ്ട് എന്നെ പൊതിഞ്ഞു. ഓ സോൾ ബ്ലെസ് ദി ലോർഡ്. Amen. Based off his circumstances, he cannot sing that song. One person cannot sing. But if you see the reasons he was numbering very clearly, and that is, he pardons all our iniquities, he heals all our diseases, he redeems our life from the pit, and he crowns us with loving kindness and compassion. That is the reason we have reasons to bless the Lord. ഒരാത്മപരിശോധനയ്ക്ക് കർത്താവിന് മേശയുണ്ടല്ലോ. Hallelujah. അകത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവർക്ക് ബ്ലെസ് ദി ലോർഡ് ഓ മൈ സോൾ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു. If you are not keeping holiness internally, you are unable to say to your soul, bless the Lord. എൻ്റെ അകം വിശുദ്ധമാണെങ്കിൽ, എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആണെങ്കിൽ, ജീവിതത്തിലെ പരാജയങ്ങളുടെ നടുവിലും മടങ്ങി വന്ന് തമ്പുരാൻ്റെ കാൽക്കൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ പറയാൻ പറ്റും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഇന്റേണൽ ഹോളിനെസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ആ സെന്റൻസ് പറയാൻ കഴിയത്തില്ല. Though you may fallen away, if you came back and repented, then you are able to keep an internal holiness. Then you will be able to strongly say, bless the Lord, oh my soul. ഒന്നാം വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. First verse is, bless the Lord, oh my soul, and all that is within me, bless his holy name. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ സെൽഫ് ടോക്കിംഗ് ടു സെൽഫ്, റൈറ്റ്? Amen. We can see first, bless the Lord, oh my soul. Self is speaking to self. സ്തോത്രം. വാസ്തവത്തിൽ ദിസ് ഈസ് ഹാർട്ട് വർഷിപ്പ്. Amen. This shows our heart worship. ഈ സങ്കീർത്തനത്തിനകത്ത് ബ്ലിങ്കിങ് ലൈറ്റ് ഇല്ല, ഉണ്ടോ? We cannot see any external appearances like blinking lights or anything. ഞാൻ ഈ ചില ചർച്ചിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഈ നമ്മുടെ ഹോളിൻ്റെ ഈ സൈഡ് അങ്ങ് കറപ്പടിച്ചങ്ങ് ഒരു വല്ലാത്ത പരുവാക്കി വെച്ചേക്കാണ്. When I visited several churches, I see certain walls are painted with black colors. ഈയിടെ ഒരു പാസ്റ്റർ ഒരു ഹോൾ പണിതപ്പോൾ പിള്ളേർക്കെല്ലാം കൂടെ ബ്ലാക്ക് അടിക്കണം. അമേരിക്ക നടന്ന കാര്യം ഈ ചർച്ച എന്നോട് ചോദിക്കരുത് കേട്ടോ. ബ്ലാക്ക് അടിക്കണം, ടീനേഴ്സിനെല്ലാം ബ്ലാക്ക് അടിക്കണം ബാക്കിൽ. And here one church was being built as new, and all the teenagers of the church wants to paint the back of the church in black. ഈ പാസ്റ്റർ പറഞ്ഞു, മക്കളെ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഒരു വൈറ്റ് കട്ടനെങ്കിലും എൻ്റെ പുറത്തോട്ട് ഇടണമെന്ന് പറഞ്ഞു. But the pastor told the teenagers, in order to have some peace for me, please place a white curtain for that black background. ഈ സങ്കീർത്തനത്തിൽ ഓർഗൻ പ്ലേയിങ് ഇല്ല, മൂഡി ലൈറ്റ് ഇല്ല, ഫോഗ് ഇല്ല, ബ്ലാക്ക് സ്റ്റേജ് ഇല്ല. ഹാർട്ട്, ദിസ് ഈസ് ഹാർട്ട് വർഷിപ്പ്. We cannot see any external appearances or any external lighting or any kind of external things, but this is a soliloquy or talking. Soul is talking to himself. This is a worship without praise band, right? Amen. Worship without a praise band. That's how we En can say. maname യഹോവയെ വാഴ്ത്തുക. Hallelujah. Praising from his inner heart, inner mind. ഇതിന്റെ താഴോട്ട് റീസൺസ് അവിടെ 2 മുതൽ 5 വരെ
ദൈവത്തെ വാഴ്ത്താനുള്ള റീസൺ പറയുകയാണ്. And we can see the reasons of worship from verses 2 through 5. രണ്ടാമത്തെ ആ ഒന്നാം വേഴ്സ് 1-ന്റെ സെക്കൻഡ് പാർട്ട് കണ്ടോ? എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. And all that is within me, bless his holy name. ഓൾ ദാറ്റ് ഈസ് വിത്തിൻ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഒരു വാക്യൂമും ഇല്ല അല്ലേ? Amen. What is the meaning all that is within me? നമ്മളിത് ഇങ്ങനെ കാണാതെ പഠിച്ചേക്കുന്ന വാക്കാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗം അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. നമ്മളിതിങ്ങനെ പറഞ്ഞു പോവുക. ആ പദം കണ്ടോ? എൻ്റെ സർവ്വ അന്തരംഗവും എന്ന് പറഞ്ഞാൽ എന്നാ? ആരും എക്സ്റ്റേണലി മോട്ടിവേറ്റ് ചെയ്യുകയല്ല, ഇതൊരു ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള കാര്യമല്ല, ഇത് എൻ്റെ അകത്ത് ഹോൾ ഹാർട്ടഡ് ആയിട്ട്. ഇതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞേ, നിങ്ങൾ എന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. We can see here there were no external compulsion or external pressure. We can see here with the fullness of his mind, all that is within me. That is the reason our Lord Jesus mentioned that love your God with all your heart, with all your mind and with all your soul. ഇവിടെ രണ്ട് കാര്യം മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം, എനിക്കിതൊന്നും പറയാൻ സമയം കിട്ടത്തില്ല. രണ്ട് കാര്യം മറക്കരുത്, അതെങ്കിലും നമ്മൾ നോട്ട് ചെയ്യണം. രണ്ട് കാര്യം മറക്കരുത്. Specifically here mentioned, do not forget two things. രണ്ടാമത്തെ വാക്യം കണ്ടോ? അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മറക്കാതെ തന്നെ വേണം താങ്ക് ഗോഡ്. Hallelujah. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. And forget none of his benefits. Instead, bless the Lord. ഇനി 18ാമത്തെ വാക്യം നോക്കി, ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. In verse 18, we can see another thing. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത്, രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, അവൻ്റെ ഉപകാരങ്ങൾ ഓർക്കണം, എന്നിട്ട് നമ്മൾ അവന് മഹത്വം കരയറ്റണം, താങ്ക് ഗോഡ് ചെയ്യണം. രണ്ടാമത്തേത്, അവൻ്റെ കൽപ്പന മറക്കരുത്, മറിച്ച് നമ്മൾ ആ കൽപ്പന ഓർത്ത് അനുസരിക്കണം. ഞാനതിനെ ഇങ്ങനെ പറയാം. ഒന്നാമത്തെ കാര്യം താങ്ക് ഹിം. സെക്കൻഡ്, ഡൂ ദം. Amen. We can see here second verse is so saying forget none of his benefits. That means we should never have a gratitude towards God. And the next thing, to those we need to keep his covenant and remember his precepts. Do them. 5 വാക്യം വായിച്ചിട്ട് എൻ്റെ വാക്കുകൾ നിർത്താം, പിന്നെ എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. Hallelujah. And I would like to read 5 verses and then I am going to finish. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. Bless the Lord, O my soul, and all that is within me. Bless his holy name. ഉപകാരം മറക്കരുത്. Forget none of his benefits. കൽപ്പന മറക്കരുത്. And do not forget his commandments. ഉപകാരം ഓർത്ത് സ്തോത്രം ചെയ്യണം, കൽപ്പന ഓർത്ത് അനുസരിക്കണം. Thank him for his benefits, and based on his commands we need to obey him. എന്താണ് കർത്താവ് ചെയ്ത ഉപകാരം? വേഴ്സ് 3. What is the benefit he has done for us? അവൻ നിന്റെ അകൃത്യമൊക്കെയും. Amen. The benefit is സെൽഫ് സ്പീക്കിംഗ് ടു സെൽഫ്. Amen. അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിച്ചു. ഇന്ന് രാവിലെയും അവൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയെങ്കിൽ കർത്താവ് അവൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചു. Actually, what is the reason to praise him or thank him? The first answer psalmist is giving, who pardons all your iniquities. If you kneel down in prayer today morning too, God forgave all your iniquities. രണ്ടാമൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഞാനത് ഫിസിക്കൽ ഇല്ലനസ് ആയിട്ട് കാണുന്നില്ല. ഞാൻ പലയിടത്തും വായിക്കുകയൊക്കെ ചെയ്തതനുസരിച്ച് അത് ഡെഡ്ലി പ്ലേഗ് സിൻ ആണത്. അവൻ നിന്റെ സകല രോഗങ്ങളെ, ആ സകല എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ എല്ലാ രോഗസൗഖ്യം ആകില്ല. വി ഓൾ ആർ ഇൻ എ ഡൈയിങ് പ്രോസസ് അല്ലേ? സത്യമല്ലേ? നമ്മൾ അങ്ങ് ചെല്ലാൻ വേണ്ടിയാണ് നമ്മളിവിടെ കർത്താവ് ഇതെല്ലാം നമുക്ക് നൽകിയേക്കുന്നത്. ആ അകൃത്യം എന്ന് പറയുന്നതും രോഗമെന്ന് പറയുന്നതും അത് മനസ്സിലാക്കാൻ യെശയ്യാവ് 1 വായിച്ചാൽ മതി. അവരുടെ ദേഹം മുഴുവൻ രോഗം നിറഞ്ഞെന്നാണ് അവരുടെ പാപത്തെ പറ്റി യെശയ്യാവ് 1 വായിക്കുന്നത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ നമ്മുടെ അകൃത്യം മോചിക്കുന്നു, നമ്മുടെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു.
We can see here who heals all your diseases. This is actually representing the eternal or spiritual healing to us, because physical healing won't be completed during our stay on this earth. But here, the sinly poisons, that is what he is mentioning. He heals all the sins. The diseases come out of the sin. യെശയ്യാ 1 നിങ്ങൾ സമയമുള്ളപ്പോൾ വായിച്ചാൽ ആ കാര്യം ക്ലിയർ ആവും. And please read carefully Isaiah chapter 1 when you have time. എന്നിട്ട് പറയാം, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് മോചിക്കുന്നു. വീണ്ടെടുക്കുന്നു. Redeemed us. Who redeems your life from the pit. Is that enough to praise God? Amen. Amen. Hallelujah. Amen. Praise the അവൻ ദയയും കരുണയും നിന്നെ Lord. ഹിസ് ക്രൗണിങ് അല്ലേ? Amen. Hallelujah. ആ ദയയും കരുണയും അവിടുത്തെ വാക്കിന്റെ അർത്ഥം കവനൻ ലവ് എന്നൊക്കെയാണ്. കവനൻ ലവ്. Hallelujah. അതിൽ നിന്നാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന കാര്യമൊക്കെ വരുന്നത് ആ പദത്തിൽ നിന്നാണ്. Amen. We can see a covenant love over here, crowning with loving kindness and compassion. Even before the world began, He chose us. Praise the Lord. Hallelujah. 17-ാം വാക്യത്തിന്റെ കണക്ഷനാണ്. യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ എന്നും എന്നേക്കും, ഫോർ എവർ ആൻഡ് എവർ. There is no beginning and there is no end. And we can see in verse 17, His loving kindness is from everlasting to everlasting on those who fear Him, and His righteousness to children's children. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ രാത്രിയിൽ D.L. മൂഡി പറഞ്ഞൊരു കോട്ട് വൈകിട്ട് അവിടെ പ്രസംഗിക്കാൻ നേരത്ത് പറഞ്ഞായിരുന്നു. അവൻ്റെ ദയ എന്നും എന്നേക്കും ഉള്ളത്, അവൻ്റെ കരുണയാൽ എന്നെ തെരഞ്ഞെടുത്തു എന്നതിന് D.L. മൂഡി പറഞ്ഞൊരു വാചകം ഇതാണ്: I am glad that God chose me before I was born. Else it would be difficult to choose me after I lived. Amen. Hallelujah. Praise the Lord. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. ജനിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ ഡിഫിക്കൽട്ടായിരുന്നു, കാര്യം എൻ്റെ സ്വഭാവം അത്ര അഴുക്കായിരുന്നു എന്നാണ് മൂടി പറഞ്ഞത്. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്കറിയാം, 103 എങ്ങും എത്തിയില്ല. മാർക്ക് റെഡ്മാൻ 10,000 റീസൺ, അപ്പം മരിച്ചു പോയ, അപ്പൻ ആത്മഹത്യ ചെയ്ത, സ്റ്റെപ്പ് ഫാദർ ജയിലിൽ പോയ ഡിസ്ഫങ്ഷൻ ഫാമിലിയിലെ മാർക്ക് റെഡ്മാന് 10,000 റീസൺസ് ഉണ്ടായിരുന്നെങ്കിൽ കൃപയാൽ ജനിച്ച് ജീവിച്ച് ഇതുവരെയും നടക്കുന്ന നമുക്ക് മോർ ദാൻ ദാറ്റ്. Amen. I haven't completed the portion which I was planned to, but please remember that person, that composer of the song, who went through so many severe problems and difficulties, he penned like this: 10,000 reasons for me to sing. If that is so, how much more we can thank God, our Father in heaven. എന്നോട് ചേർന്ന് ആദ്യത്തെ വാക്യം എന്ന് പറയുമ്പോൾ, എൻ മനമേ, can you say together? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്.